അവസാനമായി അമേരിക്ക പാകിസ്ഥാൻ്റെ സഹായം തേടേണ്ടി വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട് തേടിയെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അവിടെ ചണ്ടിച്ചോറാക്കിയിട്ടുള്ള ഗസയുടെ പാവം മക്കളെ വീണ്ടും ആക്രമിക്കാൻ വേണ്ടി പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ സഹായമാണ് ട്രംപ് ഇപ്പോൾ സഹായം ചോദിച്ചിട്ടുള്ളത്. അസീം മുനീർ എന്ന് പറയുന്ന ആ മനുഷ്യൻ അതിനുവേണ്ടി അംഗീകാരം നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല എന്നതാണ് ലോക മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയിൽ തിളങ്ങി നിൽക്കുന്നത്, നിറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഏൽപ്പിക്കപ്പെടാൻ പോകുന്ന ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഹമാസിനെ നിരായുധീകരിക്കുക, അതോടൊപ്പം ഹമാസിനെ കെട്ടുകെട്ടിപ്പിക്കുക, അതോടൊപ്പം തന്നെ അവരുടെ കുടുംബങ്ങളെയും എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുക. ഇതാണ് പാകിസ്ഥാൻ സൈന്യത്തിന് അസീം മുനീർ ട്രംപിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന സമ്മാനം. എത്രത്തോളം അത് വിജയിക്കുമെന്നതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പം പാകിസ്ഥാനിൽ ഈ അസീം മുനീറിൻ്റെ തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രൂപത്തിൽ രൂക്ഷമായ കലാപ വക്കിലേക്ക് എത്തി നിൽക്കുകയാണ്. അവിടെയുള്ള ഈ ഒരു വിഷയത്തിൽ ഹമാസിൻ്റെതാണ് ശരിയെന്ന് പറയുന്ന ആ ട്രംപിനെയും നെതന്യാഹുവിനെയും തള്ളിക്കളയുന്ന അസീം മുനീറിൻ്റെ നയങ്ങളെയും തള്ളിക്കളയുന്ന ബഹുഭൂരിപക്ഷം പാകിസ്ഥാനികളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അസീം മുനീറിനെ വലിയ രൂപത്തിൽ പ്രതിരോധത്തിലാക്കുക എന്നുള്ളതാണ്. പട്ടാള ഭരണത്തിൻ്റെ പേരിൽ എവിടെയൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നിലവിൽ ആ പാകിസ്ഥാൻ ചരിത്രമെടുത്ത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയിലേക്കാണ് പാകിസ്ഥാൻ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. അസീം മുനീറിലൂടെ ട്രംപ് കാണുന്നത്, നെതന്യാഹു കാണുന്നത്, അവരെക്കൊണ്ട് സാധിക്കാത്തത് മുസ്ലിം സൈന്യത്തിനെ കൊണ്ട് തന്നെ സാധിപ്പിച്ചെടുക്കുക എന്നതാണ്. ഇപ്പോൾ തോറ്റ് അങ്ങേറ്റം പഞ്ചപുച്ഛമടക്കി അടങ്ങിയിരിക്കുന്ന IDF-നൊക്കെ മുമ്പിൽ അസീം മുനീറിനെ കൊണ്ട് സാധിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിലാണ് ഇപ്പോൾ നെതന്യാഹുവും അതുപോലെ തന്നെ ട്രംപും കൂടി കൃത്യമായി എഴുതി വെച്ച ആ നാടകങ്ങൾ അസീം മുനീറിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനടുത്ത ആഴ്ച അസീം മുനീർ അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. അമേരിക്കയിൽ ആ ഒപ്പിടലോടുകൂടി അസീം മുനീർ പീസ് കീപ്പിംഗ് എന്ന് പറയുന്ന പുതിയ ലേബിളിൽ ഗാസയുടെ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അവിടെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള സൈനിക വിന്യാസം നടത്തുകയും എന്നേക്കുമായി അഥവാ 3000 വർഷത്തിലേറെ പ്രക്ഷുബ്ധമായ മണ്ണിൽ ട്രംപ് എന്ന ഞാൻ ഇതുവരെ ഉണ്ടാക്കിയെടുത്ത സമാധാനത്തിൻ്റെ പച്ചയ യാഥാർത്ഥ്യങ്ങളിൽ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന വെളിപ്പാടുകളുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രംപിൻ്റെ അവകാശവാദങ്ങൾ. എത്രത്തോളം അത് വിജയിക്കുമെന്നതൊക്കെ കാത്തിരുന്ന് കാണാം. പക്ഷേ ട്രംപിനെ ഇപ്പോൾ അത്യാവശ്യമായി മനസ്സിലാക്കേണ്ടത് മുസ്ലിം ഭരണകൂടങ്ങൾക്കെതിരെ തിരിയാൻ ഏത് സമയവും ട്രംപിന് മടിയില്ല എന്നുള്ളതാണ്. ട്രംപിൻ്റെ അത്യാവശ്യമായിട്ടുള്ള പ്രതികരണം തന്നെ അങ്ങനെയാണ് വരുന്നത്. ഇറാനെ തുരുത്തി ഓടിക്കണം, ഇറാഖിനെ തകർത്തിട്ടുണ്ട്, സിറിയയും തകർത്തിട്ടുണ്ട്, ഇനി സൗദി, ഖത്തർ ബന്ധപ്പെട്ട മേഖലകൾ, ഇതിന് ഓരോന്നോരോന്നായിട്ട് അവർ പിടിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അജണ്ട ഇവരുടെയൊക്കെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കണം. അതിൻ്റെ ഭാഗമായി എല്ലാ കോൺക്രീറ്റ് പാളികൾക്കിടയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഗസയിലുള്ള ആളുകളെ ഇനി ഒരു പുതിയ സൈന്യം വന്ന് തുരുത്ത് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, മുസ്ലിങ്ങളാണ് പരസ്പരം അടിച്ച് പിരിഞ്ഞ് കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ കൊല്ലപ്പെടുക. മറ്റൊന്ന്, ജൂതനും മുസ്ലിമായിരുന്നു, അതിലത്ര കണ്ടിട്ട് ജൂതന്മാർക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ഇവിടെ മുസ്ലിമും തമ്മിൽ കൊല ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ 2 പേർക്കും നഷ്ടമില്ല. അഥവാ ഒന്ന് അസീം മുനീർ, അഥവാ അതിന് മാന്യതയുടെ ഭാഗത്ത് നമുക്ക് ചേർത്താൻ കഴിയാത്ത ഒരാൾ. മറ്റൊന്ന് ട്രംപാണ്. ട്രംപ് ഈ ഇസ്രായേലിൻ്റെ സന്തത സഹചാരിയായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നല്ല സെക്യൂറായിട്ട് അവരിയ്ക്കുന്നു. അവിടെ കുറുക്കൻ്റെ കൗശലമായിട്ടാണ് അനുഭവിപ്പിക്കുന്നത്. മുസ്ലിം സൈന്യം മറ്റൊരു മുസ്ലിം സൈന്യത്തോട്, ഹമാസ് എന്ന പ്രോക്സിയോടല്ല മിലീഷ്യയോട് വലിയ രൂപത്തിൽ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി അവരുടെ കൂടാരങ്ങളും അതുപോലെ തന്നെ ടണലുകളും ഒക്കെ ഒഴിപ്പിച്ച് അവരുടെ ആയുധങ്ങൾ താഴെ വെപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പം ഇല്ലായ്മയാകുന്നത് പാകിസ്ഥാനിലെ മുസ്ലിം സൈന്യമാണ്. അത് അറിയാത്തതോ ചിന്തിക്കാത്തതോ ആളല്ല അസീം മുനീർ. പക്ഷേ അവനക്ക് എന്തൊക്കെയോ ഉദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് അത്രേ ശ്രദ്ധ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അവിടെ ഇനി ആ രാജ്യത്തെ പുതിയൊരു രാജ്യമായി പ്രഖ്യാപിക്കുകയും അതിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുമ്പം മുന്നിലത്തെ പട്ടികയിൽ അസീം മുനീറിൻ്റെ പേരുണ്ടാകുമെന്നുള്ളതാണ് അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള അഭിലാഷവും ആഗ്രഹവും. അതിന് പാകിസ്ഥാൻ്റെ സൈന്യത്തിൻ്റെ ജീവനോ അല്ലെങ്കിൽ ഹമാസിൻ്റെ നയപരമായിട്ടുള്ള സമീപങ്ങൾക്കുള്ള ന്യായമായിട്ടുള്ള വില കൽപ്പിക്കലോ അവിടെ നടക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇനി എങ്ങോട്ട് പോകുമെന്ന് ചോദിക്കുമ്പോൾ ഗസയിലുള്ള ആളുകൾ പറയുന്നത്, ഇനി ഏത് സൈന്യം ഇവിടെ വന്ന് വീണാലും ശരി, ഞങ്ങൾ വിട്ടുകൊടുക്കുന്ന യാതൊരുവിധ പ്രശ്നമേ ഇല്ല. കാരണം ഞങ്ങൾ പെറ്റ് വളർന്നു വന്നിട്ടുള്ള ഈ രാജ്യത്തു നിന്ന് എവിടത്തേക്കും ഞങ്ങൾ പോകില്ല. അങ്ങനെ പോകാൻ ആരും നിർബന്ധിപ്പിക്കേണ്ട. പിന്നെ നമ്മളെ തോൽപ്പിച്ച് വേണ്ടിയിട്ട് നിങ്ങളുടെ അധികാരം സ്ഥാപിക്കുക, അത് നിങ്ങളുടെ കായിക ബലമാണ്. എത്രത്തോളം
എത്രത്തോളം നിങ്ങൾ വിജയിക്കുന്നോ അത്രയും നിങ്ങൾക്ക് നേടിയെടുക്കാം. പക്ഷേ വിജയം സുനിശ്ചിതമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെ തോന്നുകയാണെന്ന് മാത്രമൊന്ന് മനസ്സിലാക്കുക. അത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ എന്നുള്ളതാണ് ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു വെക്കുന്നത്. കൃത്യമായി നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു വശം കൂടിയുള്ളത്, ഇറാൻ്റെ വലിയൊരു സഹായം ഇപ്പോൾ ഹമാസിന് ലഭിക്കാൻ സാധ്യതയുണ്ട് ഈ ഭാഗത്ത് പാകിസ്ഥാൻ ഉള്ളതുകൊണ്ട്. പക്ഷേ പാകിസ്ഥാനും ഇറാനും ഒരു അന്തർധാര സജീവമാണ് എന്ന് പറയുന്നത് പോലെ അതൊരു നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്ന രാജ്യമാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം വന്നു കഴിഞ്ഞാൽ ഹമാസിനെ എങ്ങനെ ഇറാൻ സഹായിക്കുമെന്നുള്ളതും കൂടി നമ്മൾ കണ്ടറിയേണ്ടതാണ്. അവിടെയാണ് ഈ ഒരു ട്രംപിൻ്റെ നയപരമായ അല്ലെങ്കിൽ ട്രംപിൻ്റെ ഒരു ചതി അല്ലെങ്കിൽ കൊലച്ചതി എന്നൊക്കെ പറയാൻ പറ്റും. ഇറാൻ വലിയ പ്രശ്നമുണ്ടാക്കുമ്പം ഇറാൻ്റെ സുഹൃത്തായിട്ടുള്ള പാകിസ്ഥാനെ തന്നെ കൊണ്ടുവന്നിട്ട് അവിടെ ആക്രമണം നടത്താൻ വേണ്ടി ശ്രമിക്കുമ്പം ഇറാനും പാകിസ്ഥാനും കൂടി ആകുമ്പോൾ അത്ര കണ്ട് വിജയിപ്പിക്കാൻ സാധ്യതയില്ല. അപ്പോൾ സുഖമായിട്ട് പാകിസ്ഥാൻ്റെ സൈന്യത്തിന് ഹമാസിനെ കീഴ്പ്പെടുത്താനും അതോടൊപ്പം തന്നെ ആ ഒരു ഗസ മുനമ്പ് പിടിച്ചെടുത്ത് കാര്യമായി അവിടെ തന്നെ ഒരു രാഷ്ട്രം പണിതെടുക്കാനും സാധിക്കുമെന്നുള്ളതാണ് ട്രംപും നെതന്യാഹുവും എഴുതി വെച്ച ആ നാടകങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താണെങ്കിലും അടുത്ത ആഴ്ച പോയിട്ട് അസീം മുനീർ ഒപ്പിട്ട് വരികയാണെങ്കിൽ എന്താകും ആ ഒരു പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷമെന്ന് കാണേണ്ടതുണ്ട്. ഇറാൻ്റെ പ്രതികരണം എങ്ങനെയാണ് വരിക എന്നതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കൃത്യമായ ഒരു മുന്നറിയിപ്പോട് കൂടെ തന്നെയാണ് പാകിസ്ഥാൻ അസീം മുനീറിന് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഒപ്പുവെക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ മറിയും. പക്ഷേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഇറാൻ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. പ്രതികരണം മീൻസ് ഇതുവരെ ആ ഒരു ഭാഗവുമായിട്ട് ചിന്തിച്ചിട്ടേ ഇല്ല എന്നുള്ള രൂപത്തിലാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഈ ഹമാസിനെ ഇല്ലായ്മ ചെയ്യുക എന്നത് എന്നേക്കുമായി നടക്കാത്ത കാര്യമാണെന്നുള്ളത് ജൂതന്മാർക്കിടയിലുള്ള ഒരു ഏറ്റവും വലിയ ആശങ്കയുള്ള കാര്യം തന്നെയാണ്. കാരണം അവർക്ക് ഒരുപാട് സൈനികർ മരണപ്പെട്ടു പോയിട്ട് പോലും ഇവരുടെ ബന്ദികളെ ഒരാളെപ്പോലും കായികപരമായിട്ട് പിടിച്ചുകൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഈ ഇസ്രായേലിന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് തൽക്കാലം IDFനെ പിൻവാങ്ങിപ്പിക്കുന്നു, ശേഷം ഈ പാകിസ്ഥാൻ്റെ സൈന്യത്തെ കൊണ്ടുവരികയും ചെയ്യുന്നു എന്നുള്ളത്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് പറയുക. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഈ ട്രംപ് വലിയ അച്ചുതണ്ടിൽ പ്രവർത്തിക്കുമ്പം അത് ഇന്ത്യക്ക് കൂടി ക്ഷീണം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അവിടെയാണ് നമ്മളൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാകാനാണ് ഈ ഒരു ബന്ധത്തിൽ അസീം മുനീർ ഒന്നുകൂടി മുൻകൈയെടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. കാരണം ഇന്ത്യയിലുള്ള എല്ലാവിധ ടാർഗറ്റുകളും ഈ ട്രംപിനെ നശിപ്പിച്ച് അല്ലെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മിസ്സിംഗ് ആണ്, ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇതിലേക്ക് കൊടുത്തുകൊണ്ട് അടുത്ത സ്റ്റെപ്പ് ഇന്ത്യയിലേക്ക് തിരിയാനുള്ള ശ്രമം കൂടി നടത്തിയാൽ അത് നമ്മൾ അഭൂതപൂർവമായിട്ട് കാണേണ്ട കാര്യമില്ല. കാരണം ഈ സമയം അതൊക്കെ കാലേക്കൂട്ടി കണ്ടിട്ടായിരിക്കും ട്രംപ് ഈ വിഷയങ്ങളിലൊക്കെ അസീം മുനീറിനെ കൊണ്ടുവരുന്നത്. അസീം മുനീറിനെ കുറിച്ച് പറയുന്നത് ഫീൽഡ് മാർഷലായിട്ടാണ് ഞാൻ ഇയാളെ തിരഞ്ഞെടുക്കുന്നതെന്നാണ്. എന്താകും, എന്തൊക്കെയാണ് വിവരങ്ങൾ വരിക എന്നുള്ളതൊക്കെ അടുത്ത ആഴ്ച ആൾ ഒപ്പുവെച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രേക്ഷകരുടെ എല്ലാവിധ പിന്തുണക്കും 100 അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.